തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധു എന്ന 24 വയസ്സുകാരിക്ക് പുറമെ IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി കൂടി സുഗാൻ സുരേഷിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മേഘ മധു ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ 3 വനിതാ ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം അടുപ്പം സൂക്ഷിച്ചിരുന്ന സുഗാൻ സുരേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് മേഘയുമായി മാത്രമായിട്ടാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. IB ഉദ്യോഗസ്ഥരും പോലീസും കൊച്ചിയിലെ സുഗാന്തിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. 2 തവണ സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായ സുഗാന്ത് മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം കൈവിട്ടിട്ടില്ലെന്നതിന് തെളിവായി സുഗാൻ സുരേഷ് IAS എന്നെഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷം മാത്രം വിവാഹം മതിയെന്ന നിലപാടെടുത്ത സുഗാന്തിനെ ഉടൻ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് മേഘ നിർബന്ധിച്ചിരുന്നതായും ഇതേ തുടർന്ന് ഇയാൾ യുവതിയുടെ പരുഷമായി പെരുമാറിയിരുന്നതായും ആണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടെ 2024 ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ മേഘയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവനായും സുഗാന്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. മേഘയ്ക്ക് ദൈനംദിന ചെലവുകൾക്കായി 10,000 രൂപയും 15,000 രൂപയും വീതം സുഗാന്ത് പലപ്പോഴായി അയച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം രാത്രി 9:30ക്കും 11 മണിക്കും ഇടയിൽ എന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് തന്റേതെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞതായും ഇവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ VIP സന്ദർശനത്തിന്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യനിർവഹണത്തിനായി പോകേണ്ടി വന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈംഗിക ചൂഷണത്തിന് വിധേയയായ 24-കാരി വിവാഹത്തിൽ നിന്ന് സുഗാൻ സുരേഷ് പിന്മാറിയതോടെയാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സെക്കൻഡുകളുടെ മാത്രം ദൈർഘ്യമുള്ള യുവതിയുടെ അവസാന ഫോൺ കോളുകൾ ജീവനൊടുക്കാൻ പോകുന്ന വിവരം കാമുകനെ അറിയിക്കുകയെന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയിൽ ഇപ്പോഴും സുഗാന്തിനായി അന്വേഷണം തുടരുകയാണ് പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ നിലവിൽ സുഗാന്തിനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഇപ്പോൾ ഡാന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഈ വിവരങ്ങൾ, ആ പെൺകുട്ടി എന്തിനാണ് 24 വയസ്സ് മാത്രം പ്രായമുള്ള വളരെ ബ്രൈറ്റായ ഒരു പെൺകുട്ടി എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഇതെല്ലാം പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിൽ ഇയാളെ പ്രതി ചേർക്കാൻ എന്താണ് താമസം? ഇയാൾ എങ്ങനെ അപ്രത്യക്ഷനായി പോകും? വീട്ടിലേക്ക് പോയതാണ്, മലപ്പുറത്തെ വീട്ടിലേക്ക് പോയ ഒരാൾ അപ്രത്യക്ഷനാവുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി രാവിലെയാണ് ചാക്കയ്ക്ക് സമീപത്ത് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഈ യുവതിയെ, അതായത് മേഘ മധുവിനെ കണ്ടെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നെങ്കിലും സുഗാൻ സുരേഷിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ എത്തിയത് ഏതാണ്ട് ഒരു 1-2 ദിവസത്തിന് ശേഷമായിട്ടാണ്. അതായത് കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്നടക്കം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുഗാൻ സുരേഷിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിസമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ സുഗാൻ സുരേഷ്. അതുകൊണ്ട് തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷ 2 തവണ പ്രിലിംസ് പാസ്സായി പിന്നീട് മെയിൻസിന് പരീക്ഷ എഴുതുകയും പരാജയപ്പെടുകയും വീണ്ടും ആ ശ്രമം തുടരുകയും ചെയ്യുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാർച്ച് 24-ാം തീയതി പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല, ജീവനൊടുക്കുന്ന തരത്തിലേക്ക് ഈ യുവതിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അതിനപ്പുറത്ത് ശാരീരികമായി തന്നെ ദുരുപയോഗം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ സുഹൃത്തുമൊത്ത് ചികിത്സ തേടിയതിനു ശേഷം ഉടനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു മനോഭാവം സുഗാൻ സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് മാനസികമായി മേഘയെ തളർത്തിക്കളഞ്ഞത്. അതായത് ഇനി തനിക്കൊരു നോർമൽ ജീവിതമില്ല എന്നൊരു മാനസിക വ്യഥ ആ മേഘയ്ക്കുണ്ടായി. അത് സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും അടക്കം തൊട്ട് തലേ ദിവസം 23-ാം തീയതി രാത്രി 9:30ക്കും 11 മണിക്കും ഇടയിൽ പങ്കുവെക്കുകയും എയർപോർട്ട് ലോഞ്ചിൽ വെച്ച് പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തുവെന്നാണ് നമുക്ക് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതായത് അവിടെ വെച്ച് കുറച്ച് സമയം കൂടി കൺസോൾ ചെയ്യാൻ, അതായത് ഈ മേഘയെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ളൊരു സാവകാശം പോലും ആർക്കും ലഭിച്ചില്ല. കാരണം VIP സന്ദർശനത്തിന്റെ ഭാഗമായുള്ള പരിശോധനകൾ എയർപോർട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് കൊണ്ട്
IB ഉദ്യോഗസ്ഥർക്ക് പല സ്ഥലങ്ങളിലേക്കായി പോകേണ്ടി വന്നു. പക്ഷേ വളരെയധികം മാനസികമായി തകർന്നിരുന്ന മേഘയെ ഒന്ന് കൂടെ ഇരുത്തി ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമങ്ങൾ എന്താണ് എന്നൊന്ന് കേൾക്കാനോ പോലും കഴിയാത്തതിന്റെ ഒരു കുറ്റബോധം സഹപ്രവർത്തകർക്കുമുണ്ട്. കാരണം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജീവനെടുക്കാനുള്ള ഈ കടുത്ത തീരുമാനത്തിൽ നിന്ന് മേഘയെ പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു ഒരു വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. ദൗർഭാഗ്യവശാൽ ജീവനെടുക്കുന്ന തരത്തിലേക്കാണ് മേഘ പിന്നീട് തീരുമാനമെടുത്തത്. എന്തായാലും സുഗാന്ത് സുരേഷ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തുന്നത്. ഈ മേഘ മധുവിന് പുറമെ IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായും പ്രണയബന്ധമുണ്ടായിരുന്നു സുഗാന്തിനെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കൊച്ചിയിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ആരൊക്കെയാണ്? ഇവർക്ക് സുഗാന്തുമായി എത്ര നാളായി ഇങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നു? ഈ 3 പേർക്കും പരസ്പരം ഇക്കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അവസാന സമയം മേഘ ഇത് തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് പോലീസിന് ഇപ്പോൾ ഉള്ള സംശയം. അതിനാണ് ഫോൺ ഡീറ്റെയിൽസ് വിശദമായി എൻക്രിപ്റ്റ് ചെയ്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ അതിൽ ഒരു വ്യക്തത കൈവരുമെന്നാണ് അവരുടെ നിഗമനം. അതോടൊപ്പം സാമ്പത്തികമായ ഇടപാടുകൾ നടന്നിരുന്നത് മേഘയുമായി മാത്രമായിട്ടാണ് എന്ന് ഈ ട്രാൻസാക്ഷനിലൂടെ ഫണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ നിന്ന് പോലീസ് കൃത്യമായി അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റ് 2 പേർ ആരൊക്കെയാണ്? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടോ? അങ്ങനെ പരാതികൾ വരാനുള്ള സാധ്യതകളുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. IB ഉദ്യോഗസ്ഥരായതിനാൽ ആഭ്യന്തരമായ അന്വേഷണം അവിടെ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ പോലീസിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനുള്ള സാധ്യത IB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കുറവാണ് എന്നൊരു സന്ദേഹം കൂടിയുണ്ട്. അതിനൊപ്പം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദം നേരിടുന്നു. കാരണം ഈ ഇരയായിട്ടുള്ളതും ആരോപണ വിധേയനായിട്ടുള്ളതും ഒരേപോലെ IB ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നതിൽ നിലവിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് മാനസിക സമ്മർദ്ദം വലിയ തരത്തിൽ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം അവർ തന്നെ മേലുദ്യോഗസ്ഥരോട് ധരിപ്പിക്കുന്നുണ്ട് എന്ന സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഡാൻ കുര്യനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത്. എന്തിനാണ് മേഘ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങവേ ട്രെയിനിന് മുന്നിലേക്ക് നടന്നു കയറി 24 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇതാ പതിയെ പതിയെ തെളിഞ്ഞു വരികയാണ്. നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മേഘയുടെ ആൺ സുഹൃത്ത് ഒരു പക്ഷേ ഒരു പ്രണയ ചതിയിൽ അകപ്പെട്ടതിന്റെ ദുഃഖത്തിൽ ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടി, ആ ചതിക്ക് കാരണക്കാരനായ ആൾ ഇപ്പോഴും കാണാമറയത്താണ്. എവിടെയാണ് സുഗാന്ത് സുരേഷ് എന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ഇയാളുടെ ഫോൺ രേഖകൾ, മറ്റ് ബാങ്ക് ഇടപാടുകൾ ഇതെല്ലാം പോലീസ് വിശദമായി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ലെങ്കിലും സുഗാന്ത് കാണിച്ച ചതിയാണ് മേഘയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ആ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്.